ഇന്ത്യ നേരത്തെ എടുത്ത നയതന്ത്ര രാഷ്ട്രീയ തീരുമാനങ്ങൾ പിൻവലിക്കില്ല എന്നത് തന്നെയാണ്. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് തന്നെയാണ് മോദി വ്യക്തമാക്കുന്നത്. ഒപ്പം ഭീകരത അവസാനിപ്പിക്കുന്നത് വരെ വ്യാപാരം പാകിസ്ഥാനുമായി ഉണ്ടാവില്ല എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളിലെ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ. ഒന്ന്, പാക് അധീന കശ്മീർ ഒന്നുകിൽ തിരിച്ചു തരിക, ആ വിഷയത്തിൽ ചർച്ചയുണ്ടാകും. രണ്ട്, ഭീകരവാദം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ, ഭീകരരെ കൈമാറുന്ന കാര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ചർച്ചയുണ്ടാകും. അതല്ലാതെ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അത് രാജ്യത്ത് ഒരുപാട് ചർച്ചകൾക്കിടയാക്കിയിരുന്നു. ഇന്നും ഒരു ആണവായുധ യുദ്ധം താനാണ് നിർത്തിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് അല്പം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതൊന്നുമല്ല, പാകിസ്ഥാന് വേറെ വഴിയില്ലാതെയാണ് കീഴടങ്ങിയത് എന്നതാണ് മോദി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യം പറയുന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല എന്നൊരു സന്ദേശം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും ജനങ്ങൾക്കും